ഞാൻ വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയൻ. VS അച്യുതാനന്ദന് 92 വയസ്സായില്ലേ? M സ്വരാജ് പറഞ്ഞ പോലെ അതേ ഒറ്റുകാരനും ചതിയനും വേണ്ടി ഇതൊക്കെ സ്വരാജ് സ്വന്തമായിട്ട് പറഞ്ഞതെന്ന് നികേഷ് വന്നത്. ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന ഇതൊക്കെ ഇയാൾ പറയിപ്പിക്കുന്നതാണ് ഈ പിണറായി വിജയൻ. ഒറ്റുകാരനും ചതിയനും കുടിലനുമായ നേതാവ് പിണറായി വിജയനാണ്. അദ്ദേഹം ഈ പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് ഇതുപോലുള്ള ഈ ഡിങ്കിരി വാലന്മാരെ കൊണ്ട്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ചാടിക്കളിയുടെ കുഞ്ചിരാമ പറയുമ്പോ ചാടി കളിക്കുന്ന ഒരു കുട്ടിക്കുരങ്ങനാണ് ഈ സ്വരാജ്. അവനൊക്കെ എന്ത് പോന്നു പറയാം. ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. VS അച്യുതാനന്ദൻ, M സ്വരാജ് അല്ല, അവന്റെ അച്ഛൻ വള്ളി സെക്രട്ടറി നടക്കുന്ന കാലത്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളാണ്. 1000 രൂപ കൊടുത്തവനത് മാറ്റി പറയും. ആ VS അച്യുതാനന്ദനെ പുറത്താക്കാൻ ഇന്ന് സ്വരാജാണ് വരുന്നത്. നല്ല കാര്യമായി ഈ നാട്ടിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വരാജൊക്കെ നാളെ കഴിഞ്ഞ് മറ്റുന്ന റോഡിൽ കൂടെ ഇറക്കുമ്പോൾ ആൾക്കാർ താടിക്കിട്ടുണ്ടോ? ഒരു മൂന്നേത്തപ്പഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ? അതൊക്കെ കേൾക്കാനും കൈയടിക്കാനും കുറെ കുരങ്ങന്മാർ കൊഞ്ഞാണന്മാരുണ്ടാവും നമ്മുടെ സുധാകരന്റെ ഭാഷ പറഞ്ഞ. ഈ പക്ഷെ 600 കൊഞ്ഞാണന്മാരകത്തും 3.5 കോടി ആളുകൾ പുറത്തു നിൽക്കുക. അതാണ് പ്രശ്നം. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഈ പിണറായി വിജയനും സ്വരാജും കൂടി അച്യുതാനന്ദനെ ഇനി പട്ടിക്കിട്ട് കൊടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. പത്രത്തിൽ വായിച്ചില്ലേ? അമ്മാവനെയും അമ്മായിയെയും കൊലപ്പെടുത്തി. അങ്ങനെയാണ് ഉത്തര കൊറിയയിൽ ഉണ്ടായത്. അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. സ്വരാജ് എന്താ ഉദ്ദേശിച്ചത് സ്വരാജിന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇവനെ പോലെയുള്ള കുരങ്ങന്മാര് കൊഞ്ഞാണന്മാരാണ് ഈ പാർട്ടിയുടെ കുഴി തോണ്ടുന്നത്. അത് മനസ്സിലായില്ലേ? നീ ഓടിപ്പോയി 2 ചാക്ക് നെല്ലിക്ക വാങ്ങിക്കൊണ്ടുവാ. തളം വച്ച അല്പ ആശ്വാസം കിട്ടും. പണ്ട് ഇയാളെ കുരങ്ങൻ കുഞ്ഞാമെന്ന് വിളിച്ചില്ലേ? മറ്റൊരു കുരങ്ങനാണ് ഈ സ്വരാജ്. മനുഷ്യൻ കുരങ്ങൻ പരിണമിച്ച് മനുഷ്യണ്ടായതായിട്ടേ മനുഷ്യൻ പരിണമിച്ച് കുരങ്ങനായവനാണ് സ്വരാജ്. അത്രയ്ക്കൊക്കെ വേണം. M സ്വരാജ് ഡിവൈഎഫ്ഐ നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സ്വരാജ്, നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ താങ്കളെ പ്രസംഗത്തിന്റെ പേരിൽ വിമർശിച്ചിരുന്നു. അതുകൊണ്ടാണ് താങ്കളെ ടെലിഫോൺ ലൈനിൽ ശ്രമിച്ചത്. എന്തുകൊണ്ടാണ് താങ്കൾ VS അച്യുതാനന്ദന്റെ കാര്യത്തിൽ കൊറിയൻ മാതൃക സ്വീകരിക്കാമെന്ന് സമ്മേളനത്തിൽ പറഞ്ഞത്? ഞാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പറഞ്ഞോളൂ, കേൾക്കാം. അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അടുത്ത ചോദ്യം താങ്കളുടേത്. നിങ്ങൾ ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഞാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും CPM-ൽ നിന്ന് എങ്ങനെയാണോ വാർത്ത കിട്ടുന്നത് ആ വാർത്ത കിട്ടുന്ന രീതി തന്നെയാണ് ഇതിനും അവലംബിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇനി പക്ഷെ ഞാനത് ചോദിക്കട്ടെ, നിങ്ങൾ ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സാമാന്യ മര്യാദയ്ക്ക് വേണ്ടിയെങ്കിലും ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യം എന്നോട് ചോദിക്കേണ്ടിയിരുന്നില്ലേ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അതിന് പകരം നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള ആളുകളെ, ഞാൻ അവരെ ഒന്നും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ജയശങ്കർ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ആ കുടുംബാന്തരീക്ഷവുമായിരുന്നില്ല എന്റേത്. അതുകൊണ്ട് ഞാൻ ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്നെ എങ്ങനെയൊക്കെയാണോ ആക്ഷേപിക്കാവുന്നത്, എന്നെ കുരങ്ങൻ അദ്ദേഹം പറഞ്ഞതായിട്ടാണ് ഇപ്പൊ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്. ഒരു പ്രത്യേക ടൈപ്പാണ്. എനിക്കതിന് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. എന്നെ കണ്ടപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിക്കാണുമായിരിക്കും. ആവട്ടെ, തിരിച്ച് ഞാൻ അദ്ദേഹത്തെ കുരങ്ങെന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമെന്നുള്ളത് മാത്രമല്ല കുരങ്ങിന് ഇഷ്ടപ്പെടുമെന്നുള്ളതും ഒക്കെ പ്രശ്നമാണ്. കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു. ഞാൻ പറയുന്നത്, ഞാൻ CPIM-ന്റെ കേരള സംസ്ഥാന സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയായി പങ്കെടുത്ത ഒരാളാണ്. അതിൽ ഡെലിഗേഷൻ എന്നെ ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ എനിക്ക് പറയാം. അതിന് താങ്കളുടെയോ മറ്റാരുടെയെങ്കിലുമോ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു സമ്മതം എനിക്ക് വേണ്ടതില്ലല്ലോ. പിന്നെ അത് എന്റെ പാർട്ടി എനിക്ക് അനുവദിച്ചു തരുന്ന, എന്റെ ഡെലിഗേഷൻ അനുവദിച്ചു തരുന്ന അവകാശമല്ലേ? അതിന് നിങ്ങൾ എന്തിനിങ്ങനെ ബേജാറാവണം? ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ എന്റെ വായിൽ എന്തിനു തിരുകണം? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ശ്രീ ജയശങ്കർ, ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാന്യനായ ജയശങ്കർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗവും നേതാവും അതിന്റെ അഭിഭാഷക സംഘടനയുടെ വലിയ ആളുമൊക്കെയാണെന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നതല്ലേ ഉചിതം? അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? നിങ്ങൾ ഇനി രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലക്കാണ് സ്വയം അവകാശപ്പെടുന്നതെങ്കിൽ നിങ്ങൾ നിരീക്ഷിച്ചോളൂ. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ സമ്മേളനത്തിനകത്ത് ഒരു ഡെലിഗേഷൻ നടത്തിയ ചർച്ചയെക്കുറിച്ചുള്ള കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുന്നതും എന്നെ കുരങ്ങനെന്ന് വിളിക്കുന്നതും എന്റെ മേലെ കുതിര കയറുന്നതും ഏത് ജനാധിപത്യ മര്യാദയുടെയും രാഷ്ട്രീയ പ്രബുദ്ധതയുടെയും അടിസ്ഥാനത്തിലാണ്?
താങ്കൾ പ്രസംഗിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് വി എസ് അച്യുതാനന്ദൻ ഒറ്റുകാരനും ചതിയനും വഞ്ചകനുമാണ് എന്നും മരിക്കുന്നതുവരെ അദ്ദേഹത്തിന് അധികാരം നൽകാം മരിച്ചു കഴിഞ്ഞാൽ കൊറിയൻ മാതൃക സ്വീകരിക്കാം എന്ന് താങ്കൾ പറഞ്ഞു എന്നാണ്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിഹത്യകളോ ആരെങ്കിലും കുറിച്ചുള്ള മോശമായ പരാമർശങ്ങളോ അതിരുവിട്ട ഏതെങ്കിലും പ്രയോഗങ്ങളോ ഈ സമ്മേളനത്തിന്റെ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല എന്നെനിക്ക് ഉറപ്പിച്ചു പറയാം. ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു തന്തയില്ലാത്തവനാ. ശ്രീ സ്വരാജ്, നേരത്തെ താങ്കൾക്ക് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രത്യേകിച്ചും എന്നെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഇതുവരെ ഓർമ്മശക്തിക്ക് കാര്യമായ തകരാറ് സംഭവിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. പറഞ്ഞ ഓരോ വാക്കും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ബഹുമാന്യനായ ശ്രീ ജയശങ്കറിനോടാണ് ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, എല്ലാവർക്കും അവരവരുടേതായ വ്യക്തിത്വവും അവരവരുടേതായ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ഉണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും ഉയർന്ന ഉദാഹരണമാണ് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാത്ത, നേരിട്ടൊരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിൽ കേൾവികളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ പാർട്ടിയുടെ ഒരു പ്രവർത്തകനെ തന്തയ്ക്ക് വിളിക്കുന്നതും കുരങ്ങനെന്ന് വിളിക്കുന്നതും ആക്ഷേപിക്കുന്നതും. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയണം, ഒരു വ്യക്തി ഉയർത്തുന്ന നിലപാടുകളെ ആ നിലയിൽ പ്രതിരോധിക്കാനോ തുറന്നു കാണിക്കാനോ എതിർക്കാനോ ഉള്ള കെട്ടില്ലാതെ വരുമ്പോഴല്ലേ നമ്മൾ അവരെ കുരങ്ങനെന്നും പട്ടിയെന്നും ഒക്കെ വിളിക്കുക. കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. ഞാൻ പറയുന്നത്, നിങ്ങൾ വിളിക്കുന്ന ഏത് ചർച്ചയിലും കുറച്ച് മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്ന് പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണ്. ശ്രീ ജയശങ്കറെ നിങ്ങൾ വിളിക്കൂ. അന്തസ്സും തന്റെ ഇടവും ഉണ്ടെങ്കിൽ നേർക്ക് നേരെ ഇരുത്തിയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യൂ. അയ്യോ അത് വേണ്ട. നിങ്ങൾ അങ്ങനെ വിളിക്കാറില്ലല്ലോ. നിങ്ങൾ ഏകപക്ഷീയമായി ഒരാളെ മാത്രം വിളിച്ച് അവരെ മൃഗങ്ങളുടെ പേര് പറഞ്ഞിട്ടോ ഒക്കെ ആക്ഷേപിച്ചിട്ട് അതിൽ അഭിരമിക്കുന്ന മാനസികാവസ്ഥയിലുള്ളതാണെങ്കിൽ ഒരു വിരോധവുമില്ല. നിങ്ങൾ തുടർന്നുകൊള്ളൂ. ശരി, താങ്കളുടെ വികാരം മനസ്സിലാക്കുന്നു. ഒരു ജാതി വകകളാണോ? ജയശങ്കർ എന്തെങ്കിലും പറയാൻ? അല്ല, ഞാനിവിടെ ഉത്തമ വിശ്വാസത്തോട്ടാണ് പറഞ്ഞതിൽ എനിക്ക് യാതൊരു പശ്ചാത്താപവും ഇല്ല. അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ഏറ്റവും ഉചിതമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്. ഒരു മാറ്റമില്ലല്ലോ.